വലിയ വിമാനങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന ഗുജറാത്തിലെ ടാറ്റ-Airbus സംയുക്ത സംരംഭം ശ്രദ്ധ നേടുന്നു. ഇന്ത്യൻ എയർഫോഴ്സിനായി 40 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ ഇവിടെ ആദ്യം നിർമ്മിക്കും. എയർഫോഴ്സിന്റെ മറ്റ് ആവശ്യങ്ങൾക്കും കയറ്റുമതിക്കുമുള്ള വിമാനങ്ങളും ഇവിടെ നിർമ്മിക്കും. 2025 ഓഗസ്റ്റിനുള്ളിൽ ആദ്യത്തെ 16 വിമാനങ്ങൾ വഡോദര വ്യോമസേനയ്ക്ക് കൈമാറും. വലിയ വിമാനങ്ങൾ പൂർണ്ണമായി നിർമ്മിക്കാൻ കഴിയുന്ന 12 രാജ്യങ്ങൾ മാത്രമുള്ള എക്സ്ക്ലൂസീവ് ക്ലബിൽ ഇതോടെ ഇന്ത്യയും അംഗമാകും. ഇന്ത്യയെ ഗ്ലോബൽ സ്പേസ് ഹബ്ബാക്കാൻ ലക്ഷ്യമിടുന്നതാണ് ടാറ്റ-Airbus പ്രോജക്ട്. മേക്ക് ഇൻ ഇന്ത്യ ടാഗിൽ വലിയ യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് നരേന്ദ്രമോദി. C-295 വിമാന നിർമ്മാണ കേന്ദ്രത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. C-295 വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ലോജിസ്റ്റിക്കൽ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ഡിഫൻസ് എയറോസ്പേസ് സെക്ടറിനെ പരിവർത്തനം ചെയ്യാൻ പ്ലാന്റിന് കഴിയും. അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് 2000-ലധികം വിമാനങ്ങൾ വേണ്ടിവരും. എയറോസ്പേസ് മേഖലയിൽ മാത്രം $3 ബില്യൺ നിക്ഷേപം നടന്നതായി നരേന്ദ്രമോദി പറഞ്ഞു. 100-ലധികം ഇടത്തരം ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. 22,000 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ജോയിന്റ് വെഞ്ചർ ഗുജറാത്തിന്റെ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, യൂറോപ്യൻ എയറോസ്പേസ് വമ്പന്മാരായ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ഓഫ് സ്പെയിൻ എന്നിവയുടേതാണ് സംയുക്ത സംരംഭം. പ്രവർത്തന സജ്ജമായാൽ C-295 വിമാന നിർമ്മാണ കേന്ദ്രം രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ ഇത്തരം ആദ്യ സംരംഭമാകും. 600ഓളം വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലവസരങ്ങൾ നേരിട്ടും 3000-ലധികം പരോക്ഷ തൊഴിലുകളും കൂടാതെ 3000 മീഡിയം സ്കിൽ തൊഴിലുകളും പ്ലാന്റ് നൽകും. പ്രത്യേക ദൌത്യങ്ങളും ദുരന്ത പ്രതിരോധവും സമുദ്ര പെട്രോളിംഗ് ചുമതലകളും നിർവഹിക്കാൻ കഴിയുന്ന ഗതാഗത വിമാനമാണ് C-295. വിമാനത്തിന് പാരാട്രൂപ്പിന് എയർ ഡ്രോപ്പ് ചെയ്യാൻ കഴിയും. കൂടാതെ അപകടഘട്ടത്തിലോ മെഡിക്കൽ ഇവാക്യുവേഷനോ ഉപയോഗിക്കാനും സാധിക്കുന്ന മൾട്ടിപർപ്പസ് വിമാനമാണ് വഡോദരയിൽ ഒരുങ്ങുന്നത്.